ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള മത്സരമാണ്. ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഭരണം ആ ഭരണത്തിൽ പൊറുതിമുട്ടിയ ഒരു അവസ്ഥയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലവും അങ്ങനെ തന്നെ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇവിടെ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് അനുകൂലമാണ്. ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കിയ ഒരു സർക്കാരാണിത്. അതേ അവസരത്തിൽ രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത്, UDF, LDF. അപ്പോൾ UDFന്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനകീയ പദ്ധതികൾ, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരൊക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ, എപ്പോഴും ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരു സർക്കാരായിരുന്നു UDFന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഭരണമാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് ഇഷ്ടമില്ലാതായിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ഒരു വിജയത്തിൻ്റെ തുടക്കം ആണ്. എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു സെമി ഫൈനലാണ്. അന്തിമ ഫൈനലിൽ ഇപ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിലേക്കുള്ള ഈ സെമി ഫൈനൽ, ആ വിജയത്തിലേക്കാണ് UDF മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം. അതേസമയത്തിൽ ഇവിടെ ചിലരൊക്കെ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെയല്ല. ഇവിടെ ഫൈനലിലുള്ള വിജയം തന്നെയാണ് ഐക്യ ജനാധിപത്യ വേണ്ടി ലക്ഷ്യം വെക്കുന്നത്. അതിൽ വിജയം ഞങ്ങൾ കിട്ടും എന്നുള്ളത് തന്നെയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യമായിട്ട് ഇപ്പോൾ പറയുന്നത് ഹൈവേ ഉണ്ടാക്കിയെന്നുള്ളതാണ്. പക്ഷേ ഈ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായത്, കാരണം അവർ സ്ഥലം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടപ്പാക്കപ്പെട്ട അല്ലെങ്കിൽ പാസ്സാക്കപ്പെട്ട ലാൻഡ് അക്വിസിഷൻ ആക്ട് 2013, 2013 ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വൻ തുക കൊടുക്കാം എന്നൊരു നിയമമാക്കി മാറ്റി. അപ്പോൾ ആ ആക്ടിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ പിന്നീട് വരുന്ന സർക്കാരുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാനും അതിന് വൻ തുക കൊടുക്കുവാനും സാധിച്ചു. അപ്പോൾ ഇപ്പോൾ LDFന്റെ അവരുടെ ഗുണമല്ല, മറിച്ച് മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത്തരം സാഹചര്യങ്ങളിലൂടെ വികസന നേട്ടങ്ങൾ. ഇപ്പം അദ്ദേഹത്തിനുള്ള മറ്റേ തൊഴിൽ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് എന്നും ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിൽ നിന്നും ഈ തരത്തിലുള്ള പദ്ധതികളോടൊന്നും തന്നെ ആ രീതിയിൽ പദ്ധതികൾ നടപ്പാക്കാത്തൊരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഭരണത്തെ നമുക്ക് തുടർന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ആണ് ഈ തെരഞ്ഞെടുപ്പ്. പലരും പറയുന്നുണ്ട് തുടരും. ഞാൻ അങ്ങനെ വന്നപ്പോൾ പലയിടത്തും പല പോസ്റ്ററുകൾ കണ്ടു, തുടരുന്നു. ചില സിനിമാ പോസ്റ്ററുണ്ട്, അതേപോലെ തന്നെ LDFന്റെ പോസ്റ്ററുകൾ കണ്ടു. ചില ക്ലബ്ബുകളുടെ പോസ്റ്ററുകൾ, ഒരാളെ ഫോട്ടോസിൽ തുടരുന്നത് കണ്ടു. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, തൃക്കാക്കരയിൽ ഐക്യജനാധിപത്യത്തിന് വമ്പിച്ച വിജയം കൈവരിച്ചു. പുതുപ്പള്ളിയിൽ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ വമ്പിച്ച വിജയം കൈവരിച്ചു. പാലക്കാട് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കുടി വലിയ വിജയം കൈവരിച്ചു. ആ വിജയങ്ങളുടെ തുടരും. ആ വിജയങ്ങളൊക്കെ നിലമ്പൂരിൽ തുടരാൻ പോവുകയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതിയ ട്രെൻഡ് അനുസരിച്ച് നിലമ്പൂരിലെ തുടരും എന്ന് പറയുന്നത് ഇതാണ്. തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും പാലക്കാട്ടെയും ആ വിജയത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെ 19-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ല എത്ര നിങ്ങൾ ചോദിച്ചു മറ്റുള്ളവർ യഥാർത്ഥത്തിൽ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ലീഗ് എന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് UDFനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഈ ലീഗ് എന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ്. വളരെ സജീവമായിട്ട് പ്രിയപ്പെട്ട നേഴ്സ് സാഹിബിന്റെ നേതൃത്വത്തിൽ തന്നെ ലീഗ് പരിപൂർണമായ സജ്ജമാണ് ഇവിടെ അങ്ങനെ അത് താങ്കൾ പറഞ്ഞത് തോന്നിയതുകൊണ്ടാണ് ചോദിച്ചതില്ലേ? UDF പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ഈ
വി അനുഭവം പറയുകയാണ്. വി വി അനുഭവം മറുപടി കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ അതേ പ്രചരണം തന്നെയാണ് പോകുന്നത്. അതാണിപ്പോ വോട്ട് വിജയിക്കാനുള്ള സാധ്യതയില്ലേ? ഇല്ല, വോട്ടൊന്നും തങ്ങളിപ്പോ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും തങ്ങള് ഹജ്ജ് കഴിഞ്ഞെത്തിയതിനു ശേഷം ഇന്ന് ഇവിടെ പ്രചരണത്തിന് തങ്ങൾ എത്തിയപ്പോൾ പാർട്ടിയുടെ നയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ തങ്ങളുടെ പരിപാടി ഇവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ കുടുംബയോഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്ന് തങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. രംഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും. ആ കോൺഫിഡൻസ് UDF ക്യാമ്പിൽ വളരെ പ്രകടമാണ്. UDFന് വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് കിട്ടും, ആരെങ്കിലും ഭിന്നിപ്പിക്കും, അങ്ങനെയൊന്നുള്ള യാതൊരു പേടിയില്ല. ഒരു UDF ട്രെൻഡ് ആണ് ഈ ബൈ ഇലക്ഷനിൽ ഉള്ളത് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് യാതൊരു പേടിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ആധാരമായത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെന്റ് വേണ്ട പോലെ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞാണ് സിറ്റിംഗ് MLA രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം ജനകീയ പ്രശ്നങ്ങളാണ്, മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ തങ്ങൾ ഇവിടെ പറഞ്ഞ വികസന പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ജനങ്ങളുടെ മനസ്സിൽ അതാണുള്ളത്. ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു സമയത്ത്, പുലി പിടിച്ചു നിന്ന ഒരു സമയത്ത് വേറെ എന്ത് ചർച്ച ചെയ്യാനാണ് ഈ മലയോര ജനത? അങ്ങനെ 100 പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതിലപ്പുറമുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പോ ഇവിടെ പലരും പല സമയത്തും പലതും പറഞ്ഞ് പ്രശ്നമാക്കുന്നു എന്നല്ലാതെ അതൊന്നും ജനകീയ പ്രശ്നങ്ങളല്ല. ഇപ്പോൾ ഒരു അന്തർദേശീയ പ്രശ്നം വന്നത് പലസ്തീൻ വിഷയം വീണ്ടും ചർച്ചയാക്കുന്നു. പ്രതിപക്ഷ നേതാവ് അല്പസമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് CPM നയം എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ വിഷയം അത് ലോക സമാധാനത്തിന് ഭീഷണി തന്നെ. ഇസ്രായേലിന്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ്. ഗാന്ധി തന്നെ പറയുന്നുണ്ട്, അത് അറബ് വംശത്തിന് അവകാശപ്പെട്ട പ്രദേശമാണ്. ഇസ്രായേൽ അത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇസ്രായേലാണ് രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് തന്നെ ലോകത്ത് അക്രമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീനിൽ 1.5 വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനെതിരെ ശബ്ദിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അവർ ഇറാനെ ആക്രമിച്ചിരിക്കുക. അന്താരാഷ്ട്ര മര്യാദകൾക്ക് എതിരാണ് ഇസ്രായേൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമം എന്ന് പറയുമ്പോൾ അന്യായമായി മറ്റൊരു രാഷ്ട്രത്തെയും ആക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിനും ഇല്ല. ഇവിടെ ഇസ്രായേൽ അത് നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ്. ഇറാൻ ആ രീതിയിൽ പ്രതിരോധിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഇത് ഉണ്ടാവുക ലോക സമാധാനത്തിനാണ് ഇതിന് ഭീഷണി ഉണ്ടാവുക. അപ്പോൾ ഈ ലോക സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും വിട്ടുനിൽക്കുക എന്നാണ് പറയുന്നത്. ആക്രമിക്കുന്ന തുടക്കം കുറിക്കുന്ന അക്രമത്തിന് തുടക്കം കുറിക്കുന്ന രാജ്യങ്ങൾ അവരാണ് ഇതിനൊക്കെ വിട്ടുനിൽക്കുക. ഇപ്പോൾ ലോകത്ത് ഇസ്രായേലാണ് ചെയ്യുന്നത്. ശരിയായ ഒരു ഭരണകൂടമാണ് ഇസ്രായേൽ. അല്ല, അതിൽ യാതൊരു പ്രസക്തിയില്ല. ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം, ഇന്ത്യയുടെ പാരമ്പര്യം അത് പലസ്തീനിലെ മർദ്ദിത ജനതയോടൊപ്പം നിന്ന പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ അപ്പുറമുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ വേറെ ആർക്കും പറയാൻ കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പലസ്തീൻ കോസ് ഏറ്റവും അധികം ലോകത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, അത് ഇവിടുത്തെ സബ്ജക്റ്റ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട ഒരു വിഷയമല്ല. അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യസ്നേഹികളും പറയേണ്ട പ്രശ്നമാണ്. വേണ്ട വിധം ഞങ്ങൾ ക്ലിയർ ചെയ്തതാണല്ലോ.
ലീഗിനെയാണ് അതിൽ വെൽഫെയർ പാർട്ടി നേരത്തെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു, ഇപ്പൊ UDF പിന്തുണ എടുത്തു. അത്രേ ഉള്ളൂ, അതൊക്കെ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. അവരവരുടേതായ മുഖ്യമന്ത്രി മറ്റൊരു വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ലീഗിന്റെ സമീപനം മാറി എന്നുള്ളതാണ്. കാര്യം നേരത്തെ മാധ്യമത്തിൽ ഞാൻ പറയാം എല്ലാരും കൂടി ചോദിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. അല്ല വേണ്ട, കൺഫ്യൂഷൻ ആവലാണ് ആവശ്യമുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത മറുപടി തരാം. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടി വേളം വെച്ച് നോക്കേണ്ട കാര്യമില്ല. തങ്ങൾ പറഞ്ഞ നേരത്തെ ഇടതുപക്ഷത്തിനായിരുന്നു അവരെ പിന്തുണ, ഇപ്പൊ UDF-നാണ്. അത് അവര് കൊടുത്തതാണ്. അത് വളരെ ക്ലിയറായി അവരാ നിലപാട് മാറ്റിയത്. ലീഗിനെയാണ്. ലീഗിന് നേരത്തെ ഉണ്ടായിരുന്ന സമീപനം തന്നെയാണോ അത് ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ നടത്തിയ ആദ്യ കൺവെൻഷനിൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുനിന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നത് അപ്രസക്തമായ കാര്യങ്ങൾ പറയണ്ട. അങ്ങനല്ല ഞങ്ങള് വേദിയിൽ മക്കത്തുനിന്ന് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം KKG-യില് നമ്മുടെ രാഷ്ട്രീയ ദൗത്യ പരാമർശം വീണ്ടും ചർച്ചയാക്കിയിരുന്നു. വെൽഫെയർ പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ലേഖനം എഴുതി ചെയ്തായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മുഹൂർത്തത്തില് UDF-ന് ഉറച്ച ആ പിന്തുണ ഉണ്ടല്ലോ, ആ UDF-ന്റെ വിജയം ഉറച്ച സാഹചര്യത്തിൽ ഒരു ഡൈവേർഷൻ കൊണ്ട് ഇനി ആർക്കും ഇവിടെ ഒരു മിസ് ഉണ്ടാകാൻ പോകുന്നു. UDF അതിന്റെ ഒരു ചോദ്യം ഒന്നും കൂടി ഒന്ന് ഏതാ ലീഗിന് പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് മറ്റു ഉപതെരഞ്ഞെടുപ്പ്. മലപ്പുറത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതിനകത്ത് UDF-ന് ഏറ്റവും മികച്ച വിജയം നേടിക്കൊടുക്കണമെന്നുള്ള ലീഗിന്റെ ഒരു മലപ്പുറത്താവുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. കൂടുതൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് പറഞ്ഞ വളരെ കറക്റ്റ്. മലപ്പുറത്താവുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും, കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടാവും. UDF-ന്റെ അഭിമാന പോരാട്ടമാണ്. UDF-ന്റെ ഭാഗമായിട്ട് ലീഗിന്റെ അഭിമാന പോരാട്ടമാണ്. ലീഗ് അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് 16-ാം തീയതി 16 ഇവിടെ